ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ട്രോണിക്സിനെ പറ്റിയിട്ടാണ്. ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും ആദ്യം വരുന്ന കമൻസിൽ 5 4 ബ്രോ ട്രോണിക്സിൻ്റെ വീഡിയോ ചെയ്യും, എന്താണ് ട്രോണിക്സിനെ പറ്റി വീഡിയോ ചെയ്യാത്തത്, ഈ ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തുതരാൻ പോവാണ്. വിഡ്രോ കിട്ടും എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയാം. കാരണം ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് മൈൻ ചെയ്യുന്ന കോയിൻ ഓൾറെഡി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. നമുക്കിനി വിഡ്രോയിൽ വരാൻ ലിസ്റ്റിംഗ് വരാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല. മൈൻ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ അടിക്കാം. വിഡ്രോയിൽ കിട്ടും 100% ആയിട്ട് കിട്ടും. പക്ഷേ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ആരും വീഡിയോസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഇത്ര കാലം ചെയ്തില്ല? എങ്ങനെയാണ് ലിസ്റ്റഡ് ആയിട്ടുള്ളൊരു കോയിൻ ഈ മൈനിങ് നടത്തുന്നത്? എന്താണ് അവർക്കതിന് ലാഭം? എന്താണ് നമുക്കതിന് ലാഭം? എന്താണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്? ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കർക്കശമായിട്ട് നിർബന്ധമായി കാണണം എന്ന് പറയല്ല. ഇത്രയും കർക്കശമായിട്ട് നിങ്ങൾ മുഴുവനായി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിന് സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മൈനിങ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് ലഭിക്കാനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ എത്തുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ട്രോണിക്സ് എന്താണ് എന്ന് നോക്കാം. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെയോ ടാപ്സാപ്പ് പോലെ ഒരു എയർ ഡ്രോപ്പ് ഫാമിംഗ് ആണോ ഇത്? ട്രോണിക്സ് 100% അല്ല, തികച്ചും ഡിഫറൻ്റ് ആണ്. നമ്മളിപ്പോൾ ടാപ്സാപ്പിലും ഹാംസ്റ്റർ കോമ്പാറ്റിലൊക്കെ ചെയ്യുന്ന എന്താണ്? എയർ ഡ്രോപ്പ് ഫാമിംഗ് ആണ്. അപ്പോൾ എന്താണ് ഈ എയർ ഡ്രോപ്പ്? എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പുതിയതായിട്ടൊരു ടോക്കൺ ലോഞ്ച് ചെയ്യുമ്പോൾ അവർക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. കുറച്ച് ആൾക്കാർ അവരുടെ ടോക്കൺ സെല് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ ആദ്യം വേണം, ഏർലി യൂസേഴ്സായിട്ട്. അതിന് കുറച്ച് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി കമ്പനീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എയർ ഡ്രോപ്പ് ഫാമിംഗ്. അവരുടെ ഫണ്ടിങ്ങിൽ നിന്ന് കുറച്ചൊരു പാർട്ട്, ഒരു 30% അല്ല 50% അവരുടെ ഏർലി യൂസേഴ്സായിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് കൊടുക്കും റിവാർഡായിട്ട്. അല്ലാതെ മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സല്ല നമ്മൾ ആരും ടാപ്സാപ്പിലും അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിലും ഒന്നും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന എയർ ഡ്രോപ്പ് ഫാമിംഗ് ആണ്. എയർ ഡ്രോപ്പ് നമുക്കൊരു കമ്പനി തരുന്നുണ്ട്. നമ്മളതിൽ മത്സരിച്ച് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് പെർ അവർക്ക് ഉള്ളവർക്ക് അവർ കൂടുതൽ റിവാർഡ് തരും. അതാണ് എയർ ഡ്രോപ്പ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഷോർട്ടാക്കി പറഞ്ഞാൽ. ഇനി ഇപ്പോൾ എന്താണ് മൈനിങ്? അപ്പോൾ മൈനിങ് എന്താണ്? മൈനിങ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് മാത്ത് അൽഗോരിതംസ് ബ്ലോക്ക് ചെയിനിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവാർഡാണ്. അങ്ങനെയാണ് ബിറ്റ് കോയിനൊക്കെ മൈൻ ചെയ്യുന്നത്. ഓക്കെ, ബിറ്റ് കോയിനൊക്കെ മൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു GPUവിൻ്റെ ഒക്കെ ഫാമാണ്. 10-20 ഏക്കറിൽ GPU ഗ്രാഫിക്സ് കാർഡ് വെച്ചിട്ട് ആ ഗ്രാഫിക്സ് കാർഡിൻ്റെ പവർ യൂസ് ചെയ്തിട്ടാണ് മൈൻ ചെയ്യുന്നത്. ആ ഗ്രാഫിക്സ് കാർഡ് എന്താണ്? ഈ മാത്ത് അൽഗോരിതം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. സോൾവ് ചെയ്യുന്നതോറും റിവാർഡായിട്ട് ഒരു ബിറ്റ് കോയിൻ്റെ ഒരു ചെറിയ പാർട്ട് സത്തോഷി നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യുമ്പോഴും ഒരു റിവാർഡായിട്ട് നമുക്ക് കിട്ടും കുറച്ച് ബിറ്റ് കോയിൻ. അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന എന്താണ്? നല്ല രീതിക്ക് പ്രോസസ്സിങ് പവറും കറണ്ടും ഒക്കെ പോവും. ഈ മൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് നല്ല ചിലവുണ്ട്. അതിനുള്ള റിവാർഡായിട്ടാണ് അവർക്ക് ആ ഒരു ടോക്കൺ, ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, ഏതൊരു മൈനിങ് ആയിക്കോട്ടെ, ഇതേറെ ആയിക്കോട്ടെ, റിവാർഡായിട്ട് അവർ മൈൻ ചെയ്യുന്ന ടോക്കൺ അവർക്ക് കൊടുക്കുക. എയർ ഡ്രോപ്പിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്. ആ കമ്പനി നമുക്ക് $1,00,000 പ്രൈസ് പൂൾ, $1,00,000 അവർ പ്രൈസ് പൂൾ വെച്ചിരിക്കുന്നെങ്കിൽ അവരുടെ യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ പണിയെടുത്തവർക്കും പണിയെടുക്കാത്തവർക്കും അതിനനുസരിച്ച് അവർ ആ $1,00,000 വീതിച്ച് കൊടുക്കും. അതാണ് എയർ ഡ്രോപ്പ് ഫാമിംഗ്. തികച്ചും ഡിഫറൻ്റ് ആണ് മൈനിങ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ട്രോണിക്സ് ഒരു എയർ ഡ്രോപ്പ് ഫാമിംഗ് ആണോ? അല്ല, 100% അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവരുടെ ബോട്ടിൽ തന്നെ പറയുന്നത് നിങ്ങൾക്ക് റിയൽ മണി ഏൺ ചെയ്യാം. എങ്ങനെ? TRX ടോക്കൺ മൈൻ ചെയ്തുകൊണ്ട്. എന്താണ് ഈ TRX ടോക്കൺ? TRX എന്ന് പറഞ്ഞാൽ ട്രോൺ ആണ്. ട്രോൺ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ഓൾറെഡി എല്ലാ എക്സ്ചേഞ്ചസിലും ലിസ്റ്റഡ് ആയിട്ടുള്ളൊരു ക്രിപ്റ്റോ കറൻസിയാണ്. നമ്മളിപ്പോൾ മൈൻ ചെയ്യുന്ന ഹാംസ്റ്റർ പോലെയൊക്കെ ഭാവിയിൽ വരും എന്ന് പ്രതീക്ഷയിൽ മൈൻ ചെയ്യല്ല, ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു ടോക്കണാണ് ട്രോൺ. ഓക്കെ, അതുപോലെ തന്നെ ഷീബ ഇനു എന്ന് പറയുന്ന മീം കോയിന് നമുക്ക് ഇന്ന് മൈൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഷീബ ഇനു മൈൻ ചെയ്യല്ല, അവർ റിവാർഡായിട്ട് നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തരുന്ന കോയിനാണ് ഷീബ ഇനു. ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് മൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ട്രോൺ. അപ്പോൾ ഈ എയർ ഡ്രോപ്പ് ചെയ്യുന്നവർ അവരുടെ ടോക്കൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓൾറെഡി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ളൊരു ടോക്കൺ, ട്രോൺ പോലൊരു ടോക്കൺ പിന്നീട് എയർ ഡ്രോപ്പ് നടത്തില്ല എന്നപ്പോൾ വ്യക്തമാണ്. പിന്നീട് എയർ ഡ്രോപ്പിന് അർത്ഥമില്ല. അപ്പോൾ ഇത് മൈനിങ് തന്നെയാണെന്ന് 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ മൈനിങ്ങിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു? ഇപ്പോൾ ബിറ്റ് കോയിനൊക്കെ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്, അത് മൈനിങ് നടക്കുന്നില്ലേ? അപ്പോൾ അത് ജെനുവിൻ അല്ലാതാവുമോ? ഒരിക്കലും അല്ല. അത് ഇപ്പോഴും മൈനിങ് നടക്കുന്നുണ്ട് ബിറ്റ് കോയിൻ. അതുപോലെ ട്രോണിനും മൈനിങ് നടത്തിക്കൂടെ? തീർച്ചയായിട്ടും ട്രോണും നമുക്ക് ബിറ്റ് കോയിൻ മൈൻ ചെയ്യുന്ന പോലെ തന്നെ മൈൻ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണ്? ബിറ്റ് കോയിൻ മൈനേഴ്സ് ആരാണ്? അവർ വലിയ ഫാം ഓണേഴ്സ് ആയിരിക്കും. ഫാമിൽ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഫാം ആയിരിക്കും. ഓക്കെ, കോടിക്കണക്കിന് രൂപ വില വരുന്ന ഗ്രാഫിക്സ് കാർഡുകൾ അടുക്കി കണക്ട് ചെയ്ത് ഇൻ്റർകണക്ട് ചെയ്ത് അത് വെച്ച് അതിൻ്റെ പവർ യൂസ് ചെയ്ത് മൈൻ ചെയ്യാണ്. നേരെ മറിച്ച് നമ്മൾ ട്രോണിക്സ് വെച്ച് എങ്ങനെയാണ് മൈൻ ചെയ്യുന്നത്? നമ്മളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട്, ടെലഗ്രാം യൂസ് ചെയ്തിട്ടാണ് മൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്തൊരു പവർ വലിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ചോദ്യം വരാം, എന്താ ഫോൺ വെച്ച് മൈൻ ചെയ്താൽ ഫോണിൻ്റെ പ്രോസസ്സിംഗ് പവർ യൂസ് ചെയ്തൂടെ? ഒരു വാലിഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഈ ട്രോണിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൊബൈൽ ആപ്പാണോ? അല്ല, ടെലഗ്രാം മിനി ആപ്പാണ്. ടെലഗ്രാമിനകത്തുള്ള ഒരു മിനി ആപ്പാണ് ട്രോണിക്സ് ആപ്പ്.
ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഓക്കെ ഞാൻ പറയാം, അതിൻ്റെ ഫോണിൻ്റെ പ്രോസസ്സിംഗ് പവറൊക്കെ യൂസ് ചെയ്ത് മൈൻ ചെയ്യാണ്. വിഡ്രോവൽ കിട്ടും കേട്ടോ, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. വിഡ്രോവൽ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇവരുടെ കമ്മ്യൂണിറ്റി കയറി പലരോടും ചാറ്റ് ചെയ്തു, അവർക്കെല്ലാം വിഡ്രോ കിട്ടിയിട്ടുണ്ട്. അവർ പ്രൂഫ് അടക്കം അയച്ചു തന്നു. അപ്പോൾ അവർക്ക് എങ്ങനെ വിഡ്രോവൽ കിട്ടി? ഇതെന്ന് ഇവർക്ക് എന്താണ് ലാഭം? നിങ്ങൾക്ക് എന്താണ് ലാഭം? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഏതൊരു പുതിയ പ്രൊജക്റ്റിൻ്റെ പേര് കേട്ടാലും ഞാൻ ആദ്യം ചെയ്യുന്നത് അവരുടെ ട്വിറ്റർ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പാർട്ട്നേഴ്സ് ആരൊക്കെ ആയിട്ടാണ് അവർക്ക് പാർട്ണർഷിപ്പ് ഉള്ളത്, എത്ര ഫണ്ടിങ് അവർ റേസ് ചെയ്തിട്ടുണ്ട്, എന്ത് പ്രൊജക്റ്റാണ് അതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയത് ട്വിറ്ററിലേക്കാണ്. ട്വിറ്ററിൽ പോയി നോക്കുമ്പോൾ എന്താ, ഇവർക്ക് ട്വിറ്ററിൽ അക്കൗണ്ട് ഇല്ല. ട്രോണിക്സ് എന്ന് അടിക്കുമ്പോൾ അക്കൗണ്ട് വരുന്നുണ്ട്, പക്ഷേ ഇവരതല്ല അതൊന്നും. ട്രോണിനൊരു അക്കൗണ്ട്, ട്രോൺ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിക്ക് അക്കൗണ്ട് ഉണ്ട്, അത് ഒഫീഷ്യലാണ്. പക്ഷേ ഇവർ തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ ട്വിറ്റർ ഇല്ല, ഓക്കെ വിട്ടു. ഏതൊരു പ്രോജക്റ്റ്, എത്ര ചെറിയ പ്രോജക്റ്റ് ആണെങ്കിലും അവർക്ക് ട്വിറ്റർ ഉണ്ടാവും, അത് മസ്റ്റാണ്. ഇവർക്കതില്ല, ഓക്കെ അത് വിട്ടു. പിന്നീട് ഞാൻ വെബ്സൈറ്റ് തപ്പി. അപ്പോൾ ട്രോണിക്സിന് വെബ്സൈറ്റും ഇല്ല. അപ്പോൾ ഇവർക്ക് വെബ്സൈറ്റും ഇല്ല, ട്വിറ്ററും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടാഞ്ഞിട്ടാണോ. ഞാൻ ഈ ട്രോണിക്സിൻ്റെ സപ്പോർട്ടിൽ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ റിപ്ലൈ തന്നത് വി ആർ ഓൺലി ഇൻ ടെലഗ്രാം. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു വി ഡെവലപ്പ് എക്സ്ക്ലൂസീവ്ലി ഇൻ ടെലഗ്രാം. പിന്നീട് ഞാൻ ചെയ്തത് ഇവരുടെ ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ആർക്കെങ്കിലും വിഡ്രോവൽ കിട്ടുന്നുണ്ടോ, ആരെങ്കിലും ഇഷ്യൂസ് പറയുന്നുണ്ടോ എന്നൊക്കെ നോക്കി. സ്കാം ആണെന്ന് കുറേ ആൾക്കാർ പറഞ്ഞാൽ ചാറ്റിലിടുന്നുണ്ട്. സ്കാം ആണെന്ന് പറയുമ്പോൾ തന്നെ അടുത്ത മെസ്സേജായിട്ട് അഡ്മിൻ കൊണ്ടുവന്നിടും, നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഈ ലിങ്ക് കയറി നോക്കിക്കോളൂ. അത് അവർ വേറൊരു ചാറ്റ് ചാനലിൻ്റെ ഒരു ലിങ്കാണ്. ആ ചാറ്റ് ചാനലിൽ ഇവർ റെഗുലറായിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. എന്താണ് ഇടുന്നത്? ഇവരിടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രോണിക്സ് നിന്ന് വിഡ്രോ അടിക്കുന്നവർക്ക് വിഡ്രോയിൽ കിട്ടുന്ന പ്രൂഫാണ് അവിടെ ഇടുന്നത്. ഒരാളുടെ പബ്ലിക് വാലറ്റ് അഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിനിലൂടെ നമുക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഫിറ്റ് സക്സസ്ഫുള്ളി സെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ ട്രാൻസാക്ഷനും എത്ര എമൗണ്ടാണ്, ഏത് യൂസറാണ് വിഡ്രോ അടിച്ചിരിക്കുന്നത്, ആരാണ് ഇൻവൈറ്റ് ചെയ്തത്, ഏത് കൺട്രിയിലേക്കാണ്, ട്രാൻസാക്ഷൻ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ ID ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു, പക്ഷേ ട്രാൻസാക്ഷൻ ID അടക്കം കൊടുത്തിരിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും വിഡ്രോയിൽ പോകുന്നത്, സെൻഡ് ചെയ്യുന്ന ആളുടെ വാലറ്റ് അഡ്രസ്സ് ഒന്നാണ്. ഒരു 99% എണ്ണവും പോകുന്നത് ഒറ്റൊരു വാലറ്റിൽ നിന്നാണ് വിഡ്രോയിൽ പോകുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഈ ബ്ലോക്ക് ചെയിനിൽ ഈ അഡ്രസ്സ് കയറി കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്യാം. ഈ ട്രോൺസ്കാൻ്റെ വെബ്സൈറ്റാണ് ഓപ്പൺ ആവുക. ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും ഡീറ്റെയിൽസ്, ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. 23 TRX ഒരാൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ട്, ഈ ഒരു വാലറ്റിൽ നിന്നാണ് ഈ ഒരു വാലറ്റിലേക്ക് പോയിരിക്കുന്നത് 23.5 TRX. ഇത് ഒരാൾ വിഡ്രോ ചെയ്തതാണ്. ഞാൻ അയാളോട് പേഴ്സണലി മെസ്സേജ് അയച്ച് വെരിഫൈ ചെയ്തു. അയാൾ പറഞ്ഞു അയാൾക്ക് വിഡ്രോയിൽ കിട്ടി. അതിനുശേഷം ഞാൻ പ്രൂഫ് ചോദിച്ചപ്പോൾ പ്രൂഫ് അയാൾ അയച്ചു. വാലറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ടോട്ടൽ അസറ്റായിട്ട് ഇതിലുള്ളത് $27,862 ഈ ട്രോണിക്സിൻ്റെ നടത്തിപ്പുകാരുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ വാലറ്റിലുള്ളത്. ഞാൻ ഈ ഒരു അക്കൗണ്ട് 2 ദിവസം മുമ്പ് നോക്കുമ്പോൾ ഇതിൽ $1,00,000 മേലെ ഉണ്ടായിരുന്നു. $1,00,000 അല്ല, $1,00,000. എത്രത്തോളം പൈസയാണ് ഈ ഒരു വഴിയിലൂടെ വരുന്നത് നോക്കുക. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ടോട്ടൽ ട്രാൻസ്ഫേഴ്സിൻ്റെ എണ്ണമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 2,75,893 ട്രാൻസ്ഫർ ഈ ഒരു വാലറ്റിൽ നിന്ന് ഇന്നും ഔട്ടായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതും ഓക്കെ, അത്രയും വാലറ്റ് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന വാലറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ട്രോണിക്സിൻ്റെ വാലറ്റ് തന്നെയാണ്. ഇപ്പോൾ വേറെ ആരെങ്കിലും ഒരു വാലറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഡെയിലി ട്രോണിക്സിന് കൊടുത്താൽ പോരെ, അവിടെ ഇട്ടാൽ പോരെ അവരുടെ ചാനലിൽ പ്രൂഫായിട്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഇത് ട്രോണിക്സിൻ്റെ തന്നെ വാലറ്റാണ്, അവർ സെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ റിസീവ് ചെയ്യാനും യൂസ് ചെയ്യുന്ന വാലറ്റ് തന്നെയാണ് തെളിയിക്കുന്ന ഒരു കാര്യം ഈ ഒരു വാലറ്റിലുണ്ട്. അത് നമ്മൾ നോക്കണമെങ്കിൽ ഈ ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫറിലേക്ക് വന്നിട്ട് അതിനുശേഷം ഇവിടെ TRX ടോക്കൺ എത്ര എണ്ണം വന്നു എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സോർട്ട് ചെയ്തിട്ട് മാത്രം ആക്കാം. ഇൻകമിങ് മാത്രം നോക്കുകയാണെങ്കിൽ 18 സെക്കൻഡ് മുന്നേ 124 ട്രോൺ വന്നിട്ടുണ്ട്. 100, 109, 100, 101, 101, 100, 120. എത്ര മിനിറ്റ്, 7 മിനിറ്റ്, 5 മിനിറ്റ് ഒക്കെ വ്യത്യാസത്തിൽ ഇരിക്കുകയാണ് ഓരോ സെക്കൻഡിലും. അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ ട്രാൻസ്ഫറുകളും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ 500 പേജ് ഉണ്ട്, 500 പേജും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ പേജിലും കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതെന്തായിരിക്കും? ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാനിത് ട്രോണിക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നവരുടെ അക്കൗണ്ട് തന്നെയാണ് എന്ന് കൺഫേം ചെയ്തത്. കാരണം ഇവരുടെ ഇന്നാവുന്ന വാല്യൂലെല്ലാം ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യമുണ്ട്. ആ വാല്യൂ എല്ലാം 100ആണ്. മെജോറിറ്റി ഓഫ് ദ വാല്യൂ 100ആണ്. 100, 100, 100, 101, 101, 100. നിങ്ങൾക്ക് എല്ലാ പേജിലും ഒരു മെജോറിറ്റി ആയിട്ട് കാണാൻ പറ്റിയ 100 എന്ന് പറയുന്ന എമൗണ്ടാണ്. നമ്മൾ ട്രോണിക്സ് ആപ്പ് വെച്ച് മൈൻ ചെയ്യുന്ന ട്രോൺ ടോക്കൺ വിഡ്രോ അടിക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് 100 ട്രോൺ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം, എങ്കിലേ വിഡ്രോയിൽ കിട്ടൂ. അപ്പോൾ ഇതൊരു സ്കാം ആണെന്ന് ഇപ്പോൾ തന്നെ വിചാരിക്കേണ്ട. അതിനൊരു കാരണം, ഈ ട്രോണിക്സിൻ്റെ തന്നെ ഒരു PDF ഉണ്ട്. അവരെന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രീക്വൻ്റ് ആയി വരുന്നത് വെച്ച് ആൻസർ കൊടുത്തൊരു PDF. അതിൽ ചോദിക്കുന്നൊരു കാര്യമാണ് എന്തിനാണ് ഈ 100 ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താ, നിങ്ങൾ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഏർലി ഇൻവെസ്റ്ററാണ്, അതിനുള്ള റിവാർഡായിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ റിവാർഡ് തരുന്നത്. അപ്പോൾ 100 ട്രോണിക്സ് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെക്കുക. അത് 30 ദിവസത്തേക്ക് മാത്രമാണ് അതിൻ്റെ വാലിഡിറ്റി. അതൊരു മെമ്പർഷിപ്പ് പോലെയാണ്. 30 ദിവസം കഴിഞ്ഞാൽ 100 ട്രോണിൻ്റെ മെമ്പർഷിപ്പ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ എന്താ, നമ്മളെ ട്രോണിക്സിലുള്ള ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, മൈൻ ചെയ്യുന്ന സ്പീഡ്, ആ സ്പീഡ് കുറയും. 1 GHz എന്നുള്ളത് നമ്മൾ 100 ട്രോൺ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടും. അപ്പോൾ നമുക്ക്
ഒരു മാസം കൊണ്ട് റിട്ടേൺ ആയിട്ട് കിട്ടുക 130 ട്രോണാണ്. അപ്പോൾ ഈ വിഡ്രോവൽ കിട്ടാൻ വേണ്ടി നമ്മൾ മൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല മൈനിങ് സ്പീഡ് വേണം. മൈനിങ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആൾക്കാർ 100 ട്രോൺ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവരെന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം? ഇവർക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്, 100 ട്രോൺ തന്നെ തിരിച്ച് കിട്ടും. ഇവർ 100ലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, 130 അവരുടെ വാലറ്റിലേക്ക് അടുത്ത മാസം, ഒരു മാസം എടുക്കും 130 ട്രോൺ മൈനാവാൻ. ആ മൈനായി കഴിഞ്ഞാൽ 130 ട്രോൺ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 30 ട്രോൺ ലാഭമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആരായാലും ഇൻവെസ്റ്റ് ചെയ്യില്ലേ? ഓഫ് കോഴ്സ് ഞാനാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഒരു മാസം വെറുതെ ഇരുന്നാൽ മതി, എനിക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അല്ലാതെ തന്നെ 30 ട്രോൺ എല്ലാ മാസം പ്രോഫിറ്റ് ഇട്ടാണ്. $100 ട്രോൺ ഇട്ടാൽ, അപ്പോൾ ഞാൻ 1000 ട്രോൺ ഇട്ടാൽ എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇവരുടെ ഫീ ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ മെമ്പർഷിപ്പായിട്ട് 100 ട്രോൺ അവിടെ പോകുന്നുള്ളൂ. പക്ഷേ ഇതിലൊരു കാര്യം, ഒരു മാസം 100 ട്രോൺ വാലിഡ് ഉള്ളൂ. അടുത്ത മാസത്തേക്ക് വീണ്ടും നമ്മൾ സ്പീഡ് കൂട്ടണമെങ്കിൽ വീണ്ടും ആ ട്രോൺ ഇടണം. അതുവരെ ഗ്രൂപ്പ് തന്നെ പറയുന്നുണ്ട് എക്സ്പയർ ആയി, ഒന്നും കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ മാസം നമ്മൾ ഇതിലേക്ക് 100 ഇട്ടാലേ സ്പീഡ് കൂടുള്ളൂ. ഓരോ മാസം നമുക്ക് 130 വിഡ്രോവൽ കിട്ടും ചെയ്യും. നമ്മളുടെ 100 കിട്ടും, അതുപോലെ തന്നെ ഒരു 30 എക്സ്ട്രയും കിട്ടും. അപ്പോൾ ഓരോ മാസം 30 ട്രോൺ വെച്ച് നമുക്ക് പ്രോഫിറ്റാണ്. ഒരു ദിവസം ഉറക്കം വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ട്രോണിക്സ് എന്ന് പറയുന്ന ബോട്ട് വർക്കിംഗ് അല്ലെങ്കിലോ? ആരോട് പോയി പരാതി പറയും? ആരെ പേരിൽ കേസ് കൊടുക്കും? എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടോ? ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ടോ? ആരാണ് ഇവരെന്നൊരു ഡീറ്റെയിൽസ് എങ്കിലും ഉണ്ടോ? പോട്ടെ, ഒരു അക്കൗണ്ട് നമ്പർ അതെങ്കിലും ഉണ്ടോ? നമുക്ക് ആകെ ഉള്ളത് എന്താ? ഒരു വാലറ്റ് അഡ്രസ്സാണ്. ഈ വാലറ്റ് അഡ്രസ്സ് വെച്ച് ആൾ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് വിശ്വാസമാണ് നമുക്കിത് അടുത്ത മാസം ഉണ്ടാവും അല്ലെങ്കിൽ നാളെ തന്നെ ഉണ്ടാവും എന്നുള്ളതിലുള്ളത്? ഇപ്പോൾ ഈ ട്രോണിക്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇവിടെ വലിയൊരു സംഖ്യയായി അയാൾ മുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിത് റീഫണ്ട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഇവർക്ക് ഇതെന്ന് എങ്ങനെയാണ് ഇത്രയും പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുന്നത്? ഇവർക്ക് 100 കൊടുത്താൽ അടുത്ത മാസം 130 തിരിച്ചു തരികയാണ് അവർ. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് 30 ട്രോൺ കിട്ടുന്നു. നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? നമ്മൾ വലിയ മീനിനെ പിടിക്കാൻ എന്ത് ചെയ്യും? ചൂണ്ടയിൽ ചെറിയ ഇരേനെ കുറക്കും, എന്നിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ടത് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വലിയ മീനുകളെ പിടിച്ച് കയറ്റുക. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്തായിരിക്കും? ആദ്യം നിങ്ങൾ 100 ഇടുമ്പോൾ നിങ്ങൾക്ക് 130 ട്രോണായിട്ട് തിരിച്ചു തരും. പിന്നെ 1000 ഇടുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ബട്ട് നിങ്ങൾ അതിലും വലിയൊരു സംഖ്യ ഒരു 10,000 ട്രോൺ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇയാൾ ആ വലിയ മീനിനെ വലിച്ചു കയറ്റി പോവും. കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമുള്ളൂ, ഇതൊരു മുങ്ങുന്ന കപ്പലാണ്, എപ്പോൾ വേണമെങ്കിലും മുങ്ങാന്നുള്ള കാര്യം. ഒരൊറ്റ റെക്കമെൻഡേഷൻ എനിക്ക് തരാനുള്ളൂ, ഇത് സേഫ് അല്ല, ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ പറയൂ. നിങ്ങൾ 100 ഇട്ട് കഴിഞ്ഞാൽ 100ഉം 130 തിരിച്ച് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ 100 ഇട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ ഇത് പൂട്ടി പോവുക. ഒരു മൊബൈൽ ഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് എയർ ഡ്രോപ്പ് മൈനിങ്, ഫ്രീ ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ. എയർ ഡ്രോപ്പ് ആകുമ്പോൾ നമ്മുടെ ഫോണിന് ഒരു സ്ട്രെസ്സും ഇല്ല. നമ്മളുടെ ടൈം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ടൈം ഉള്ളവർക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അതിനുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഇതുപോലത്തെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിലേക്ക് ചാടാതിരിക്കുക. ഇപ്പോഴത്തെ ഈ ട്രെൻഡ് വെച്ച് ഒരുപാട് ഇതുപോലത്തെ സ്കാം പ്രൊജക്ട്സ് വരുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും കാണുന്ന എല്ലാ പ്രൊജക്ട്സിലും നിങ്ങളുടെ റിസർച്ച് ഇല്ലാതെ ജോയിൻ ചെയ്യരുത്. കണ്ടന്റ് ഇടേണ്ടവർ കണ്ടന്റ് ഇടും, പൈസ ഉണ്ടാക്കേണ്ടവർ പൈസ ഉണ്ടാക്കും, പറ്റിക്കപ്പെടേണ്ടവർ പറ്റിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ റിസോഴ്സസും ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് സ്വന്തമായി വന്ന് എല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൈനിങ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. ജെനുവിൻ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രോജക്ട്സ് നിങ്ങൾക്ക് കിട്ടണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ജൂൺ മാസത്തെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഏറ്റവും നല്ല കമ്പനീസ് ബാക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രോജക്ട്സ് ഏതൊക്കെയാണ് എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു ഹിഡൻ അജണ്ട കൂടെ ഉണ്ട്. എന്താണത്? ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ശരിക്കും മൈനിങ് ആപ്പിനല്ല. ഇവർ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? കാസിനോ ഗെയിംസ് ആണ്. ഓൺലൈനായിട്ടുള്ള നമ്മൾ കളിക്കുന്ന റമ്മി, ഓൺലൈനായിട്ട് ലുഡോ, ക്യാഷ് വെച്ചിട്ടുള്ള ലുഡോ കളിയൊക്കെ അല്ലേ, അതുപോലത്തെ ഇഷ്ടംപോലെ ഗെയിംസ് ഈ ബോട്ടിൻ്റെ അകത്തുണ്ട്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നൊരു ഹിഡൻ അജണ്ടയാണ് ഇവർക്ക് മെയിനായിട്ടുള്ളത്. ഈ മൈനിങ് എന്ന് പറയുന്നൊരു ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡിൽ ഈ ഒരു സംഭവം വന്നാലേ വിജയിക്കുള്ളൂ, വേഗം വിജയിക്കും. മൈനിങ് എന്ന് പറഞ്ഞൊരു ആപ്പ് കൊണ്ടുവന്നാൽ മൈനിങ് ആണെന്ന് വിചാരിച്ച് എന്താണെന്ന് പോലും അറിയാതെ ടാപ്പ് ചെയ്യുന്നവരാണ് പലരും. അപ്പോൾ അവരൊക്കെ ഈ ഒരു കുഴിയിലേക്ക് ചാടിക്കുക, ഇത് വെച്ച് കാസിനോ ഗെയിംസിലേക്ക് അഡിക്റ്റഡ് ആക്കുക, അല്ലെങ്കിൽ അവർക്ക് ക്യാഷ് ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.